അപ്പോൾ അതുകൊണ്ടുള്ള മുറാദ് അന്ന സമറാത്തുൽ ഇസ്ലാമി വ അലാമത്തിഹി ദാലിക, ഒരാൾ ഇസ്ലാമുണ്ട് എന്നതിൻ്റെ ഫലവും അതിൻ്റെ അടയാളവും എന്താണ്? അവൻ്റെ അരികിൽ നിസ്കാരം ഉണ്ടാവുക, അമലുണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വെച്ച ഉദാഹരണം പോലെ എവിടെയെങ്കിലും ഒരു സ്ഥലത്തെത്തി ആ സമയത്ത് അവിടെയുള്ള ആളുകൾ പള്ളിക്ക് പോകുന്നുണ്ട്. അപ്പോൾ ആ പള്ളിക്ക് പോകുന്ന ആളുകളോട് പോയിട്ട് നിങ്ങൾ വിശ്വസിച്ചിട്ടാണോ പള്ളിക്ക് പോകുന്നത് എന്ന് നമ്മൾ എന്താവില്ല, ആരോടും ചോദിക്കൂല. നമ്മളെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ കാഫിറായി നിന്നതിനാൾ ഇസ്ലാമിലേക്ക് വന്നു. അപ്പോൾ നിങ്ങൾ പിന്നെ ഈമാനുണ്ടോ, മുഅ്മിനായോ എന്നെന്ത് ചെയ്തിട്ടില്ല, ചോദിച്ചിട്ടില്ല. അല്ലെങ്കിൽ മുഅ്മിനായിട്ടുള്ള ഒരാളെ, അറിയപ്പെട്ട ഒരാളെ നിങ്ങൾ നിസ്കാരം നിലനിർത്തുന്നുണ്ടോ, നിങ്ങൾ ഹജ്ജ് ചെയ്യണം കണ്ടിട്ടില്ലല്ലോ, നിസ്കരിക്കണം കണ്ടിട്ടില്ലല്ലോ എന്ന് അങ്ങോട്ടും അങ്ങനെ ചോദിക്കില്ല. അപ്പോൾ അലാമത്ത് ആണ് നബി അഭിവാദങ്ങൾ പറഞ്ഞത് എന്ന് പറഞ്ഞു. കമാകാൽ അലൈഹി സ്വലാത്തു വസ്സലാം ലിഖൗമിൻ വഫദു അലൈഹി, നിബിതങ്ങളുടെ മേൽ നിവേദക സംഘമായി വന്ന ആളുകളോട് നിബിതങ്ങൾ പറഞ്ഞു, തദറൂന മൽ ഈമാനു ബില്ലാഹി തആല വഹ്ദ, അള്ളാഹുവിനെ കൊണ്ട് മാത്രം വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയുമോ? ഖാലു അല്ലാഹു വറസൂലുഹു അഅലം. ഖാല ഷഹാദത്തു ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദ റസൂലുള്ളാഹ് വ ഇഖാമുസ് സ്വലാത്തി വ ഇതാഉസ് സക്കാത്തി വ സിയാമു റമളാന വൻ തഅതു മിനൽ മഗ്നമി അൽ ഖുംസ. കണ്ടോ? അപ്പോൾ ഈ ആയത്തിൽ നിന്ന് ഈമാൻ എന്നതിനെ വിധങ്ങൾ ചോദിച്ചതും ഈമാനിക്ക് ആയിട്ട് നിബിധങ്ങൾ മണ്ടാ മറുപടി കൊടുത്തതും, ഉപചോദ്യത്തിലുള്ള മറുപടി നിബിധങ്ങൾ കൊടുത്തതും എന്താ? ഈമാൻ എന്ന് പറഞ്ഞു കൊടുത്ത് ഇവിടെ നിബിധങ്ങൾ എണ്ണിയത് എന്താണ്? ഇസ്ലാമിനെയാണ് എണ്ണിയത്. കണ്ടോ? സ്കാരിക്കുക എന്നുള്ളത് ഈമാനാണ്, ഇതാഉ സക്കാത്ത് ഈമാനാണ്, സിയാമു റമളാൻ ഈമാനാണ്, സക്കാത്ത് കൊടുക്കൽ ഈമാനാണ്. കമാ ഖാല അലൈഹി സ്വലാം, മറ്റൊരു ഉദാഹരണം കൂടെ വെച്ചാൽ അൽ ഈമാൻ ബിൽ സബഊന ശുഅബ, ഈമാൻ എന്ന് പറഞ്ഞാൽ അത് 73 ചില്ലാനം കാര്യങ്ങളാണ്. ഇലാഹ ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. കണ്ടോ? അപ്പോൾ ഖൗല് ഈമാനായി വന്നു. വ ഇമാതത്തുൽ അദാനി ത്വരീഖ്, അത് ആക്ടിവിറ്റിയാണ്, പ്രവർത്തനമാണ്, അത് ഈമാനായി. അപ്പോൾ ഇസ്ലാം എന്നുള്ളത് തന്നെയാണ് ഈമാൻ, ഈമാൻ എന്നുള്ളത് തന്നെയാണ് ഇസ്ലാം. അപ്പോൾ ആ ചർച്ച ഏകദേശം അവിടെ ക്ലോസ് ആയിട്ടുണ്ട്. അപ്പോൾ ഇദാ വുജിദ മിനൽ അബ്ദി, അബ്ദിൽ നിന്ന് എത്തിക്കപ്പെട്ടാൽ തസ്ദീഖു, തസ്ദീഖ് എത്തിക്കപ്പെട്ടു. വൽ ഇഖ്റാറു, ഇഖ്റാറും തസ്ദീഖുണ്ട്, വാസ്തവമാക്കി. വൽ ഇഖ്റാർ അംഗീകരിക്കുകയും ചെയ്തു. എന്നാൽ സ്വഹൻ യഖൂല, അവനക്ക് പറയാം അന മുഅ്മിനുൻ ഹഖാ, അവനക്കത് അവൻ്റെ പറച്ചിലത് സ്വഹിയാണ്, ലി തഹഖുഖിൽ ഈമാൻ. അപ്പം ഞാനിപ്പോൾ എന്ത് ചെയ്യേണ്ട? ഞാൻ പോയിട്ട് ഓന് അജ്ജിയും നിസ്കാരം വേണ്ട, ഈമാൻ അണ്ട് റെഡി ആയി കഴിഞ്ഞാൽ മുഅ്മിനാണ് എന്ന് ഓനക്ക് എന്ത് ചെയ്യാൻ പറയാം. ഇപ്പോൾ അവിടെ ഇസ്ലാം അപ്പോൾ അവിടെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഞാൻ നിസ്കരിക്കുകയും സക്കാത്ത് കൊടുക്കുകയും ചെയ്താലാണ് മുഅ്മിന് എന്ന് പറയണമെന്നില്ല. കാരണം ഈമാൻ എന്നുള്ളത് അവിടെ തഹഖുഖായിട്ടുണ്ട്. വലാ യൻബഗി അൻ യഖൂല, പറ്റൂല പറയൽ അന മുഅ്മിനുൻ ഇൻഷാ അല്ലാഹ് എന്ന് പറയാൻ പറ്റൂല. ലിഅന്നഹു ഇൻകാന ലിശക്കി, ശക്കിനാണ് ഫഹുവ കുഫ്റു ലാ മഹാലത്തിൽ, സംശയം അത് കുഫറാണ്. അപ്പോൾ ഇൻകാന ലി തഅദ്ദുബി, അദബിന് വേണ്ടി പറയുകയാണെങ്കിലോ, വ ഇഹാലത്തിൽ ഉമൂരി ഇലാ മശിയത്തില്ലാഹി തആല, കാര്യങ്ങളൊക്കെ അള്ളാഹുവിൻ്റെ മശിയത്തിലേക്ക് വിടുകയാണെങ്കിൽ, അവൽ ശക്കി ഫിൽ ആഖിബത്തി വൽ മആലി, അല്ലെങ്കിൽ ആഖിബത്ത്, മുഅ്മിനുകളുടെ ആഖിബത്ത് അല്ലെങ്കിൽ മആലി, നാളെ അവിടെ ചെന്നാൽ എന്താകും എന്നൊക്കെ സംശയത്തിന് വേണ്ടിയിട്ടാണെങ്കിലോ, ലാഫിൽ ആൻ വൽ ഹാൽ, ഇപ്പോഴല്ല. അവൽ തബറുക്ക് വിധിക്കലില്ല, അല്ലെങ്കിൽ ഇത് തബറുക്കിന് വേണ്ടിയിട്ടാണ് ഇൻഷാ അല്ലാഹ് പറഞ്ഞതെങ്കിലോ, അവൽ തബറു എൻ തസ്കിയത്തി നഫ്സിഹി, അല്ലെങ്കിൽ നമ്മൾ ഉഷാറാണ് എന്ന് പറയുന്നതിന് രക്ഷപ്പെടാൻ വേണ്ടി, വൽ ഇജാബി ബിഹാലി, സ്വന്തം അവസ്ഥ കൊണ്ട് പിന്നെ ഉജുബ് വെക്കൽ, ഉൾനാട്ടിൽ നിന്ന് അടിക്കാതെ അതിന് ഒഴിവാകാനും വേണ്ടിയിട്ടാണെങ്കിലോ, ഫലൗല തർക്കുഹു, അങ്ങനെയാണെങ്കിലും അത് ഉപേക്ഷിക്കുന്നതാണ് എന്താണ് നല്ലത്. ലിമാന്നഹു യൂഹിമു ബിശക്ക്, ഇത് ഒരു സംശയമുണ്ട് എന്ന് എന്ത് ചെയ്യും, തോന്നിക്കും. അത് സ്വാഭാവികമായിട്ടും അങ്ങനെ തന്നെയുള്ള നമ്മളൊക്കെ പ്രവർത്തനങ്ങളിൽ, പരസ്പരമുള്ള പെരുമാറ്റങ്ങളിൽ, സമർപ്പണങ്ങളിലൊക്കെ അത് ഈ ഒരു അവസ്ഥ എന്ത് ചെയ്യും, ഉണ്ടാകും. ഒരു ഭാര്യ ഭർത്താവിനോട്, ഇപ്പോൾ ഞങ്ങളെ ഭാര്യയാണെങ്കിൽ ഞാനെൻ്റെ ഭർത്താവാണെങ്കിൽ നമ്മൾ നിക്കാഹൊക്കെ ചെയ്ത് ശരിയാണെങ്കിൽ, അതിലൊരു ഉമ്മ മകനോട് പറയുകയാണ്, ഞങ്ങളെ കുട്ടിയാണെങ്കിൽ എവിടെയെങ്കിലും എന്നെ മാറിപ്പോയിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ ഉമ്മയാണെങ്കിൽ എന്നൊക്കെ പറയുന്ന സമയത്ത് അത് പ്രശ്നം തന്നെയാണ്. അതുപോലെ തന്നെയാണല്ലോ ഞാൻ അള്ളാഹിനെ കൊണ്ടിപ്പോൾ വിശ്വസിച്ചിട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് അങ്ങനെയാണെങ്കിൽ എന്ന് പറയുമ്പോൾ എന്തില്ല, അത് ശരിയില്ല, അതാണ് അത് ഒഴിവാക്കണം എന്ന് പറഞ്ഞത്.
അങ്ങനത്തെ സംസാരങ്ങളിൽ നിന്ന് അത് ഈമാൻ അതിലില്ല സംശയം അന മുഅ്മിൻ അതങ്ങോട്ട് ഉറച്ചങ്ങോട്ട് നിൽക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. വലിഹാദ കാല ലാ എംബഗി ദൂന യക്കൂല, അതാണ് ലാ എംബഗി എന്ന് പറഞ്ഞത്, നല്ലതല്ല എന്ന് പറഞ്ഞ് ദൂന യക്കൂല, പിന്നെ ലാ യജൂസു എന്ന് പറയാതെ ലാ എംബഗി എന്ന് പറഞ്ഞത്. ലിഅന്നഹു ഇദാ ലം യകുൽ ലിശക്കി, ഷക്കിനാണെങ്കിലോ ഫലാ മഅന ലിനഫിയിൽ ജവാസ്, അത് ഷക്കിനാണെങ്കിൽ പിന്നെ ജവാസിനെ നഫി ചെയ്യുന്നതിൽ അർത്ഥമല്ല. അപ്പോൾ സംശയത്തിലാണോ എനിക്ക്, അങ്ങനെയാണെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് പറഞ്ഞത് വെച്ചാൽ അപ്പം പിന്നെ ആ ഒരു പറച്ചിൽ അവിടെ ഉണ്ടായിക്കോട്ടെ എന്നതുകൊണ്ടാണ് ലാ യജൂസു അവിടെ പറയാത്ത ലാ എംബഗി ഒന്നും യോജിച്ചതല്ല എന്ന് മുസന്നിഫ് വാർത്തിട്ടത്. കൈഫ വക്കദഹബലി കസീർ മിൻ സലഫി ഹത്ത സ്വഹാബത്തി താബിഈൻ, ധാരാളം താബിഈങ്ങളും ഓരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, അങ്ങനെ ചില അവസ്ഥയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ലാ യജൂസു എന്ന് പറയാതെ ലാ എംബഗി എന്നെന്ത് പറഞ്ഞവർക്ക് അതിൻ്റെതായ ചില ന്യായങ്ങളുണ്ടാവും. അവിടെ ചില അവസ്ഥാന്തരങ്ങളിലൂടെയൊക്കെ അങ്ങനെ എന്ത് ചെയ്യും പറഞ്ഞു കൊണ്ടാവും. ചില മഹാന്മാരൊക്കെ അവിടെ വിനയം കാണിക്കുന്ന സമയത്തൊക്കെ അങ്ങനെ പറയാറുണ്ട്. അപ്പോൾ പറയാം ഇങ്ങനെ മാറ്റലാണ് നല്ലത് എന്ന് പറഞ്ഞു. വലൈസ ഹാദാ മിസ്ല കൗലിക അന ഷാബുൻ ഇൻഷാ അല്ലാഹ്, ഞാൻ യുവാവാണ് ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞതുപോലെയല്ല. ലി അന്ന ഷബാബ ലൈസ മിനൽ അഫ്ആലിൽ മുക്തസബ, നേടിയെടുക്കുന്ന ഒരു പ്രവർത്തനങ്ങളിൽ പെട്ടതല്ല. വലാ മിമ്മാ യതസവ്വറുൽ ബഖാഉ അലൈഹി ഫിൽ ആഖിബത്തി വൽ മആൽ, അവൻ അവിടെ ചെല്ലുമ്പോഴും അവൻ്റെ ആഖിബത്തിലൊക്കെ അത് വെളിവാകേണ്ട ഒരു സാധനമല്ലല്ലോ ഷബാബ് എന്ന് പറഞ്ഞാൽ. അങ്ങനെ യുവാവായിട്ട് അവിടെ എത്തണം, യുവാവായിട്ട് മരിക്കണം, അപ്പോഴേ അവൻ്റെ മരണവും ജീവിതമൊക്കെ സ്വീകരിക്കുള്ളൂ എന്നൊന്നുമില്ല. വലാ മിമ്മാ യഹ്സുലു ബിഹി തസ്കിയത്തു നഫ്സി വൽ ഇജാബ്, തസ്കിയത്തു നഫ്സി ഇജാബ് ഒന്നും കിട്ടുന്നില്ല. യുവാവ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്താ, യുവാവാണെങ്കിൽ യുവാവൈക്കാരം, അല്ല വൃദ്ധനാണെങ്കിൽ വൃദ്ധനൈക്കാരം, അതിപ്പോൾ നേടിയെടുക്കുന്നൊന്നുമല്ലല്ലോ. ബൽ മിസ്ലു കൗലിക അന്ന സാഹിദും മുത്തഖിൻ ഇൻഷാ അല്ലാഹ്, ഞാൻ സാഹിദും മുത്തഖിൻ ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞതുപോലെയാണ് അന മുഅ്മിനുൻ ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞാൽ. അപ്പം തഖ്വ, സുഹൃദ്, ഈമാനൊക്കെ ഒരാൾ നേടിയെടുത്ത് അധ്വാനിച്ചെടുത്ത് അവൻ്റെ ഉഷാറിയത്തിനെ കാണിക്കുന്ന ഒന്നാണ്. അപ്പോൾ അത് പറയുന്ന സമയത്ത് ഇൻഷാ അല്ലാഹ് പറയുമ്പോൾ അത് അതിൻ്റെ എക്സെപ്ഷനായിട്ട് പലതും ഉദ്ദേശിച്ചുകൊണ്ടാണ് പറയുന്നത്. അത് ഇതുപോലെയല്ല അൻ ഷാബുൻ ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞതുപോലെയുള്ളതല്ല. അപ്പോൾ അവിടെ ഒരു ഷക്കിനിക്കുള്ള, ഒരു വിനയത്തിനിക്കുള്ള ഒരു പഴുത അവിടെ ബാക്കിയുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അനുവദനീയമല്ല എന്ന് പറയാതെ അതെന്തല്ല, ഒരു മട്ടല്ല, യോജിച്ചതല്ല എന്ന് പറഞ്ഞു ഒഴിവായത്. വദഹബ ബഅ്ദുൽ മുഹഖിഖീന, ചില ആളുകൾ ഇങ്ങനെ മുഹഖിഖീങ്ങളായ ചില ആളുകളുടെ അഭിപ്രായം ഇങ്ങനെ ഉണ്ട്, ഓലിങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇലാ അന്നൽ, എങ്ങോട്ടാണ് ഓലെ പോക്ക്, അന്നൽ ഹാസിലിൽ അബദി, അബദിനക്ക് കരസ്ഥമാകുന്നത് വഹഖീഖത്തു തസ്ദീഖില്ലദി യഖ്റുജു അനിൽ കുഫ്രി, കുഫറിനെ തൊട്ട് പുറത്തു പോകുന്ന തസ്ദീഖാണ്. ഒരാൾ അത് വിശ്വസിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കുഫർ നേരെ ഓപ്പോസിറ്റ്, ഇവൻ വേറെ ഇങ്ങോട്ട്, അങ്ങനത്തെ ഒന്നാണ് കരസ്ഥമാവുന്നത് എന്ന് പറഞ്ഞു. ലാക്കിന്ന തസ്ദീഖ് ഫി നഫ്സി, അവൻ ഫി നഫ്സിലുള്ള തസ്ദീഖ് ഖാബിലുൽ ഷിദ്ദത്തി വൽ ഖൗഫ്, ഷിദ്ദത്തുൽ ഖൗഫിനെ സ്വീകരിക്കുന്നതാണ്. അപ്പോൾ പിന്നെ ഒരാൾക്ക് കിട്ടുന്ന, മുസ്ലിമാകുമ്പോൾ കിട്ടുന്ന തസ്ദീഖോ അത് കുഫർ മാറി നിൽക്കുന്ന തസ്ദീഖാണ്. ബഹുസൂൽ തസ്ദീഖിൽ കാമിലിൽ മുൻജി അൽ മുഷാരി ഇലൈഹി ബിഖൗലിഹി തആല, പിന്നുള്ള തസ്ദീഖോ എങ്ങനത്തെ തസ്ദീഖ്, അൽ കാമിലി സമ്പൂർണ്ണമായ, അൽ മുൻജി അവനെ നരകത്തിൽ നിന്ന് രക്ഷിക്കുന്ന, അൽ മുഷാരി ഇലൈഹി ബിഖൗലിഹി തആല അള്ളാഹിൻ്റെ വാക്കുകൊണ്ട് ഈ പറയപ്പെട്ടത്, ഉലൈക ഹുമുൽ മുഅ്മിനൂന ഹഖ്ഖാ ലഹും ദർജാതുൻ ഇൻദ റബ്ബിഹിം മഗ്ഫിറത്തും വറിസ്ഖുൻ കരീം ഇന്നമാ ഹുവ ഫി മശിയത്തില്ലാഹി തആല, അത് അള്ളാഹുവിൻ്റെ മശീഅത്തിലാണ്, അള്ളാഹുവിൻ്റെ ഉദ്ദേശം പോലെ ഉള്ളതാണ്. അതായത് മുഅ്മിനായിക്കൊണ്ട് നമുക്ക് കരഗതമാകുന്ന പിന്നെ ദർജാത്തുൻ ഇൻദ റബ്ബി മഗ്ഫിറത്തും റിസ്ഖുൻ കരീം എന്നൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇപ്പോൾ അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരം. അപ്പോൾ അതൊക്കെ കരസ്ഥമാകുന്ന ഒരു മുഅ്മിനാണ് ഞാൻ എന്ന ഒരു പ്രയോഗവും അതിൽ അന മുഅ്മിൻ ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞു കൊടുത്ത് വായിക്കാം എന്നൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ചില ആളുകൾ അഭിപ്രായത്തിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് അന മുഅ്മിൻ ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞാൽ മുഅ്മിനിന് കിട്ടാൻ പോകുന്ന വാഗ്ദാനം ചെയ്ത ആ സംഗതികളൊക്കെ എന്ത് ചെയ്യും, ഇൻഷാ അല്ലാഹ് എനിക്ക് കിട്ടും. അപ്പം അത്തരത്തിൽ കിട്ടുന്ന, അത് ആർജിച്ചെടുക്കാൻ പോകുന്ന ഒരാളാണ് ഞാൻ എന്ന് അർത്ഥത്തിനൊക്കെ ആണെങ്കിൽ അത് പറയാം
എന്ന് ചില ബൗദൽ മുഹഖിഖീങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, പോയിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. വലമ്മാ നുഖില അൻ ബഅദിൽ അശാഇറത്തി അന്നഹു യസ്വിഹ യുഖാല അന മുഅ്മിനുൻ ഇൻഷാ അല്ലാഹ് എന്ന് ചില അശ്അരിയാക്കൾ പറഞ്ഞിട്ടുണ്ട്. ബിനാഅൻ അല അന്ന ഹാദിഹിൽ ഇബ്റത ഫിൽ ഈമാൻ, ഈമാനിലെ ഇബ്റത്ത് വൽ കുഫ്രി, കുഫറിലും സആദത്തി വ ശഖാവത്തി ബിൽ ഖാത്തിമ, ഖാത്തിമ കൊണ്ട്. അപ്പം ഞാൻ മുഅ്മിനാണ്, പക്ഷെ മുഅ്മിനാണ് എന്നതിൻ്റെ ബെനഫിറ്റ് എനിക്ക് കിട്ടുന്നത് എന്താണ്, എൻ്റെ ഖാത്തിമയിലേക്ക് നോക്കിയിട്ടാണ്. ഹത്താ ഇന്നൽ മുഅ്മിന സഈദ മമാ തറൽ ഈമാനി, ഈമാൻ്റെ മേൽ മരിച്ച സഈദാർ മുഅ്മിന്, ഇൻകാന തൂല ഉംരിഹി അലൽ കുഫ്രി വൽ ഇസ്യാൻ, ഇസ്യാൻ്റെ കുഫറിൻ്റെ മേലാണെങ്കിലും, വൽ കാഫിർ ഷഖിയ, പിന്നെ ഒരു ഷഖിയായ കാഫിർ, മൻ മത അലൽ കുഫ്രി നഊദു ബില്ലാഹി തആല വൻകാന തൂല ഉംരി അല തസ്ദീഖു തൗതി അല മൗശറിൽ ബിഖൗലി തആല ഫി ഹഖ് ഇബ്ലീസ്. അപ്പം എന്താ അവിടെ പറഞ്ഞത്? ഇപ്പോൾ ഇത് ഏതർത്ഥത്തിനാണ് പറഞ്ഞത്? അല അന്നൽ ഇബ്റത ഫിൽ ഈമാനിലും കുഫറിലും സആദത്തിലും ഷഖാവത്തിലും ഒക്കെ ബിൽ ഖാത്തിമ നോക്കിക്കൊണ്ടാണ്. അത് എത്രത്തോളം ഇന്നൽ മുഅ്മിന സഈദ, സഈദായ മുഅ്മിന്, മൻ മാത്തലൽ ഈമാൻ, ഈമാൻ്റെ മേൽ മരിച്ചത് ആണ്, വൈൻകാന തൂല ഉംരിഹി അലൽ കുഫ്രി വൽ ഇസ്യാനി, കുഫറിൻ്റെയും ഇസ്യാൻ്റെയും മേലായിട്ടും ജീവിച്ചിട്ടുണ്ട് ഓന്, പക്ഷേ പിന്നെ ഈമാൻ്റെ മേൽ മരിച്ചാൽ ഓൻ സഈദാണ്. വൽ കാഫിർ ഷഖിയ, ഷഖിയായ കാഫിറോ മൻ ഒരുത്തനാണ് മാത്ത അലൽ കുഫിരി, കുഫറിൻ്റെ മേലിൽ മരിച്ചു, നഊദു ബില്ലാ വൈൻകാന തൂല ഉംരി അല തസ്ദീഖ് തോത്തും തസ്ദീഖൊക്കെയാണ്, പക്ഷേ കുഫറിൻ്റെ മേൽ മരിച്ചാൽ കാഫിറായി. തെറ്റും ചെയ്തൊക്കെ ചെയ്ത് സഹാബത്തിനെ തന്നെ അവരെന്ത് ചെയ്തു, ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിന് മുമ്പായിട്ട് കുഫറും ഇസ്യാനുമായിട്ടൊക്കെ പല നിലക്കോല് നടന്നു, പക്ഷേ ഈമാനോടെ മരിച്ചു. അപ്പോൾ ആ ഖാത്തിമയാണ് നോക്കുന്നത്. അല്ല മറ്റവൻ എന്ത് ചെയ്തു, ഭയങ്കര ഫ്രീക്കനായിട്ടും കള്ളു കുടിച്ചിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ റിയാദുസ് സ്വാലിഹീൻ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, ആളുകളെ കൊന്നു കൊല വിളിച്ച് നടത്തിയ ആളെന്ത് ചെയ്തു, തൗബ ഉള്ളിൽ പൊട്ടി വിശ്വാസിയായിട്ട് എന്ത് മരിച്ച സമയത്ത് എന്തായിരുന്നു, ആ മരണം നോക്കിയിട്ടാണ് മുഅ്മിനാണോ എന്നുള്ളത് പറയുന്നത് എന്ന് പറഞ്ഞു. അല മൗശീർ അലി ബിഖൗലി തആല ഫി ഹഖ് ഇബ്ലീസ് വകാന മിനൽ കാഫിരീൻ, കാഫിരീങ്ങളിൽപ്പെട്ടവനായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഓൻ്റെ അള്ളാഹു തആല ഓൻ കൊടുത്ത റിസൾട്ട് അതാ, ഓൻ കാഫിരീങ്ങളിൽപ്പെട്ടവനാണ്, അതാണ് ഓൻക്കിപ്പോൾ റിസൾട്ട് കൊടുത്ത്. വബി കൗലി അലൈഹി സ്വലാത്തു വസ്സലാം, അള്ളാഹുവിൻ്റെ കൗല് അസ്സഈദു മൻ സഈദ ഫീ ബത്നി ഉമ്മിഹി വശഖിയ്യു മൻ ശഖിയ ഫീ ബത്നി ഉമ്മിഹി. അപ്പോൾ അവിടെ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, തീരുമാനം വരുന്നുണ്ട്. അപ്പോൾ അള്ളാഹു തആല ഇവന് ഇബ്ലീസ് ഇപ്പോൾ മലക്കുകളുടെ ഗുരുനാഥനായൊക്കെ വർക്ക് ചെയ്തിട്ടൊക്കെ ഉണ്ട്, പക്ഷേ ആളാരായിരുന്നു, കാഫിറായിരുന്നു. അപ്പോൾ അള്ളാഹു എൻ്റെ ഖാത്തിമ അങ്ങനെ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞ പ്രസവിക്കുമ്പോൾ തന്നെ ഓന് വിജയിച്ചവനാണ്, പരാജയപ്പെട്ടവരാണെന്ന് എന്ത് ചെയ്തിട്ട് തീരുമാനമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അള്ളാഹുവിൻ്റെ തീരുമാനം പോലെയാണ് എന്ത് ഉണ്ടാവുക, ഞാൻ എൻ്റെ കസ്ബുകളല്ല എന്ന്. അങ്ങനെ ചില ബൗദുൽ അശാരത്ത് അവിടെ നിന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. അഷാറിൽ അബ്ദുല്ലാഹി ദാലിക്ക് പോലെ സഈദു ഖദ് യഷ്ഖാ വശഖിയ്യു ഖദ് യസ്അദു, ഇങ്ങനെ ഒരു അഭിപ്രായം വെച്ചിട്ട് ആ പറഞ്ഞതിന് എന്ത് ചെയ്തിട്ടുണ്ട്, പിന്നെ ബാത്തിലാണെന്ന് റദ്ദ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അത് അടുത്ത വിശദീകരണത്തിൽ വരാം.